നേരത്തെ ഈ കുമ്മനടി എന്നൊക്കെ പറഞ്ഞവരിപ്പോൾ ചന്ദ്രനടി എന്ന് പറഞ്ഞ് സ്വയം എനിക്ക് തോന്നുന്ന ഒരു നിലവിളിയാണെന്ന്. കാരണം നേരത്തെ ഒരാഴ്ച മുമ്പ് വേണമെങ്കിൽ കമലയടിയെന്നോ വീണയടിയെന്നോ പിന്നെ ഒരു കൊച്ചിൻ്റെ പേര് നമ്മൾ പറയണ്ട എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ ആക്ഷേപിക്കാവുന്ന ഒരു കാര്യം നടന്നിട്ട് ഈ പറയുന്ന കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും വേണ്ടിയില്ല. ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്ത് പോയാലും അദ്ദേഹത്തിൻ്റെ പൊതുപരിപാടികളിൽ ആ സംസ്ഥാനത്തെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അധ്യക്ഷനെ വിളിക്കുന്നുണ്ട്. ഇത് സി പി എമ്മുകാർക്ക് മനസ്സിലാവാത്തത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരിക്കലും ആ പാർട്ടിയിൽ നിന്നുണ്ടാവാത്തത് കൊണ്ടാണ്. രാജീവ് ചന്ദ്രശേഖർ അതിൽ പങ്കെടുത്തത് ഉറപ്പായിട്ടും സി പി എം തന്നെ വ്യക്തമാക്കുന്നുണ്ട്, പാർട്ടി സർക്കാർ തന്നെ സംസ്ഥാന സർക്കാർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്, പി എം ഒയിൽ നിന്നുള്ള ആവശ്യപ്രകാരമാണ്, പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടിട്ടാണ്. രാജീവ് ചന്ദ്രശേഖർ അവിടെ ഇരിക്കണ്ട എന്ന് വാശിയുണ്ടായിരുന്നെങ്കിൽ ഇവർ ചെയ്യേണ്ടിയിരുന്നത് പ്രധാനമന്ത്രിയെ വിളിക്കാതിരിക്കുകയായിരുന്നു, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് തന്നെയാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത്. അപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ അത് ശരിയല്ല, ഇരിക്കാൻ യോഗ്യനല്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ശക്തമായ നിലപാട് സ്വീകരിക്കാം, അത് പ്രൈം മിനിസ്റ്റർ ഓഫീസിനെ അറിയിക്കുകയും ചെയ്യായിരുന്നു വേണമെങ്കിൽ. അതൊന്നും നടക്കുന്ന കാര്യമല്ല. അല്ല, ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് അത്രയും ശക്തമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ. അല്ല, മറ്റൊന്നുണ്ട്, ഞാൻ ചോദിക്കുന്നതല്ല, ഇതിൽ വിമർശിക്കുന്ന സി പി എമ്മുകാർക്ക് എന്തുകൊണ്ട് മുഖ്യമന്ത്രി വിഴിഞ്ഞത്തെ സുരക്ഷാ അവലോകന മീറ്റിംഗ് നടത്തിയപ്പോൾ കമലയും വീണയുടെ മകനും കൂടെ ഇരുന്നതിൽ പരാതിയില്ല? അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അതിലേക്കാണ് വരുന്നത് സാർ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു മനോരോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറി. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മനോരോഗമാണ് നമ്മളെ ഇപ്പം നയിച്ചുകൊണ്ടിരിക്കുന്നത് സാർ. നമ്മളുടെ മുഖ്യ ശ്രദ്ധയും ചർച്ചകളും ചിന്തയും മുഴുവൻ ഈ മനോരോഗ വഴികളിലേക്ക്, അല്ലെങ്കിൽ അത് ഉയർത്തിവിടുന്ന ചിന്തകളിലേക്കും ചർച്ചകളിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് 1946 ഈ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ചിട്ട് തുടങ്ങിയ ചിന്ത, അല്ലെങ്കിൽ അതിന് തുടങ്ങിയിട്ടുള്ള പ്രാരംഭമായിട്ടുള്ളൊരു നടപടികൾ നീങ്ങി 2025 വരെ ഈ പരിപാടിയുടെ ഒരു രണ്ടാം ഘട്ടത്തിൻ്റെ തുടർച്ചയ്ക്കൊണ്ട് കാത്തിരിക്കേണ്ടി വന്നത്. ഈ മനോരോഗമാണ് ശരിക്കും കേരളത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മനോരോഗത്തിൻ്റെ ഒരു വളരെ പ്രകടിതമായ ഒരു ലക്ഷണമാണ് യഥാർത്ഥത്തിൽ ഇന്നലെ വാസ്തവം പറഞ്ഞാൽ ഇപ്പോൾ LDF ഗവൺമെൻറ് വലിയ നേട്ടമാണ്, ഇച്ഛാശക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനല്ലേ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. മറിച്ച് ഇന്നലെ ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മന്ത്രി റിയാസ് മരുമകൻ എത്ര മ്ലേച്ഛമായ അശ്ലീലം നിറഞ്ഞൊരു വീഡിയോ ആണ്. ആലോചിച്ച് നോക്കുക. യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റിന്റെ ഒരു മന്ത്രി എന്ന നിലയിൽ, ഈ ഗവൺമെന്റിന്റെ ഭാഗമെന്ന നിലയിൽ ഇത് ഗവൺമെന്റിന്റെ നേട്ടമായിട്ട് ഉയർത്തി കാണിക്കുകയാണെങ്കിൽ ആ ഒരു സംഭവത്തിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ പോകുന്ന രീതിയിലല്ല ഇതിന് കൊണ്ടുപോകുന്നത്. അവിടെ ഇരുന്നിട്ട് പറയാണ്, ഞാനും ധനകാര്യമന്ത്രിയൊക്കെ താഴെ ഇരിക്കുമ്പോൾ ഒരുത്തൻ അവിടെ കയറി ഇരിപ്പുണ്ടെന്നൊക്കെ പറയാ. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അത് ഈ ഒരു പെറ്റിനെസ് എന്ന് പറയുന്നത്, പെറ്റിനെസ് അല്ല, ഇതൊരു തരം രോഗാവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നുള്ളതാണ്. മരുമോന്റെ മനോരോഗം ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവിടെ ഇപ്പം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ എന്ന് പറയുന്നത് തൻ്റെ പാർട്ടിയുടെ അധ്യക്ഷനെയും കൂടെ വേദിയിൽ ഇരുത്തണം എന്ന് മാത്രമേ ഉള്ളൂ, പ്രസംഗം പോലും ഇല്ല. അപ്പോൾ വേദിയിൽ ഇരുത്തണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കങ്ങളിലും ഒരു രാഷ്ട്രീയ നേതാവ് കൊണ്ട് ഭരണാധികാരിയുണ്ട്. അപ്പോൾ ഇവിടെ ഉദ്ഘാടനത്തിൽ വന്നിരിക്കുന്നത് ഭരണാധികാരി എന്ന നിലയിലാണ്. ഞാൻ ഇടയ്ക്കൊരു കാര്യം പറയട്ടെ. മുമ്പ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന ആദ്യ ടേമിൽ CPM എറണാകുളം ജില്ലാ സെക്രട്ടറി P. രാജീവായിരുന്നു, ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി. അതെ, ഇവിടെ സർക്കാരിൻ്റെ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമ്പോൾ രാജീവ് വേദിയിലുണ്ടായിരുന്നു CPM ജില്ലാ സെക്രട്ടറി. അതെ. അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ അതിനെപ്പോലും നമ്മൾ അനുകൂലമായിട്ട് എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അങ്ങനെയാണ് കാണേണ്ടത്. അങ്ങനെയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെ അനുകൂലിക്കുന്നതാണ്, അല്ലേ? കേരളത്തിലെ ഒറ്റ രാഷ്ട്രീയ പാർട്ടി പോലും വിഴിഞ്ഞം തുറമുഖം വരുന്നതിനെതിരെ പണ്ട് നിന്നിട്ടുണ്ട്. പണ്ട് CPM നിന്നിട്ടുണ്ട്, CPM നിന്നിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അല്ലാതെ വേറൊരു പക്ഷേ ഇന്നിപ്പോൾ CPMന്റെ നേതൃത്വത്തിൽ ഏറ്റവും വലിയ അവരുടെ നേട്ടം എടുത്ത് കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് ഒരു കോൺസെൻസസ്, ഒരു സമവായം എല്ലാത്തിനും ആവശ്യമാണ്. അപ്പോൾ ഇനിയും വീണ്ടും ഈ പറഞ്ഞ പോലെ നമ്മൾ വയബിലിറ്റി ഫണ്ട്, ഇതിപ്പം ഈ സ്വകാര്യ പബ്ലിക് അല്ലെങ്കിൽ ഗവൺമെൻറ്റും പിന്നെ പ്രൈവറ്റ് സ്വകാര്യ മേഖലയും തമ്മിലുള്ള കൂട്ടുകെട്ടായതുകൊണ്ട് ഇപ്പോൾ തൂത്തുക്കുടി പോർട്ടിന് കൊടുത്ത പോലുള്ള വയബിലിറ്റി ഗ്രാൻഡ് ഫണ്ടൊക്കെ കൺവെർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നടക്കുന്നില്ല എന്നൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു. പക്ഷേ അതൊക്കെ പോലും ഈ എന്തുകൊണ്ട് ചന്ദ്രശേഖറിൻ്റെ ഒരു സാന്നിധ്യത്തിലൂടെ അത് പൊതുജന സമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും അദ്ദേഹത്തിൻ്റെ പുറത്തെ പ്രഷർ കൊടുത്ത് അദ്ദേഹത്തിനെ കൊണ്ടും ഇത് വേണമെങ്കിൽ നടപ്പിലാക്കാവുന്നേ ഉള്ളൂ.
അപ്പോൾ ഈ പൊതു പദ്ധതി എന്നുള്ള നിലയിലേക്ക്, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യത്തിന് എന്ന നിലയ്ക്ക് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ സംസ്ഥാന നേതാവിനെ വേണമെങ്കിൽ ഉപയോഗിക്കരുത്. അല്ല, സംസ്ഥാന നേതാവിനോട് എത്രമാത്രം പരിഗണന പ്രധാനമന്ത്രി എത്രയും ജനങ്ങളുടെ മുന്നിൽ കാണിച്ചു. അതെ. വന്നപ്പോഴേ അദ്ദേഹത്തെ വിളിച്ചു നിർത്തി അദ്ദേഹത്തോട് തോളിൽ തട്ടി സംസാരിച്ചിട്ട് ആണ് അദ്ദേഹം വേദിയിലേക്ക് വന്നത്. മടങ്ങുമ്പോഴും അതുണ്ടായി. അവിടെ ശശി തരൂരിനോട് സംസാരിച്ചു. അതെ, അതേ പരിഗണന അദ്ദേഹം അവിടെയും കാണിച്ചു സാർ. അവിടെ അദ്ദേഹത്തിന്റെ ഒരു പിന്നെ എന്താ പറയുക, ഒരു പൊതുമാന്യതയും അതല്ലെങ്കിൽ ഒരു സൗഹൃദവും ഒക്കെയാണ്. ആ ചിത്രം കണ്ടില്ലേ, ശശി തരൂരിനോട് മോദി സംസാരിച്ചിരിക്കുമ്പോൾ എന്തോ അരുതാത്തത് സംഭവിച്ച പോലെ നോക്കുന്ന പിണറായിയുടെ ഒരു മുഖം ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ചിലപ്പോൾ ഭാവമായിരിക്കാം, സ്ഥിരമായിട്ടുള്ള ഭാവമായിരിക്കാം. അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് ശരിയല്ല, അദ്ദേഹത്തിന്റെ ഒരു ഭാവത്തെ കുറിച്ച് പറയുന്നത്. പക്ഷെ എങ്കിലും ഞാൻ പറയുന്നത് ഇവിടെയൊക്കെ ഞാൻ ഈ മുഹമ്മദ് റിയാസ് അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്തിന്റെ എന്റെയും താങ്കളുടെയും എല്ലാവരുടെയും ഉള്ള മന്ത്രിയാണ്. നമ്മുടെയൊക്കെ ജനപ്രതിനിധി നമ്മുടെ മന്ത്രിയാണ്. അദ്ദേഹം CPM-ന്റെ മന്ത്രിയല്ല. MP ഗോവിന്ദൻ പറഞ്ഞാലും റിയാസ് പറയാൻ പാടില്ലായിരുന്നു. അതെ, തീർച്ചയായിട്ടും അദ്ദേഹം പറയാൻ പാടില്ലായിരുന്നു. മാത്രമല്ല ഇതിനകത്ത് വേറൊരു സംഗതി ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആന്തരികമായി ബോധ്യമുള്ള ചില സാധനങ്ങളുണ്ട്. അത് ചിലപ്പം ബാഹ്യമായിട്ട് പൊതുസമൂഹത്തിൽ സ്വീകാര്യമാവത്തില്ല. അവരറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ വളരെ എതിരഭിപ്രായം ഉണ്ടാകുന്ന സംഗതികളുണ്ടാകും. അപ്പം അതിനെ മറച്ചു വയ്ക്കാനായിട്ടുള്ളൊരു ഒരു മനഃശാസ്ത്രം നമ്മൾ എന്തിനാണോ ഭയങ്കരമായിട്ട്, ഇപ്പം MT വാസുദേവനാരുടെ മറ്റേ വടക്കൻ ബിരാഗതയിലൊരു ഡയലോഗ് ഉണ്ടല്ലോ, ശപിച്ചുകൊണ്ട് ഗഞ്ചും എന്ന് പറയുന്നത് പോലെ, അതേപോലെയുള്ള ഒരു മനഃശാസ്ത്രത്തിന്റെ ഒരു ബഹിർസ്ഫുരണമാണോ റിയാസിൽ നിന്നുണ്ടായെന്ന് സംശയമുണ്ട്. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ ശക്തമായ നിശ്ചിതമായ വിമർശനമുണ്ട്. CPM-ഉം BJP-യും ഇവിടെ ഒന്നിച്ചിട്ടാണ് CJP എന്നുള്ള പുതിയൊരു ടേം തന്നെ ഇപ്പോൾ വന്നിരിക്കുന്നു സാധനം. അപ്പൊ അതിനെ എതിർക്കാനുള്ള അതിനെ നേരിടാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിത് ആ BJP-യെ ശക്തമായിട്ട് എതിർക്കുന്നു, BJP-യുടെ പ്രസിഡന്റിനെ ഞാൻ മോശക്കാരനായിട്ട് കാണിക്കുന്നു എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരു ചിത്രത്തെ പിന്നെ ഈ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പാർട്ടി അണികളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ റിയാസ് പ്രയോഗിച്ച തന്ത്രമാണോ? അല്ല, റിയാസിന്റെ ഇപ്പോഴത്തെ ഭാര്യയും ആ ഭാര്യയുടെ മകനും പോയതിനെ കുറിച്ച് പുള്ളിക്ക് പരാതിയില്ല. ഇപ്പോഴത്തെ അമ്മായിയമ്മയും പോയതിനെ കുറിച്ച് ഞാൻ പറയുന്നത് അതുപോലും ഒരു വലിയ ഇഷ്യൂ ആക്കേണ്ട വിഷയമല്ല. അല്ല, തീർച്ചയായിട്ടും അല്ല. മുഖ്യമന്ത്രിയുടെ കൂടെ മുഖ്യമന്ത്രിയുടെ മകളോ ഭാര്യയോ പോകുന്നൊന്നും ഒരു തെറ്റൊന്നുമല്ല, ഒരു തെറ്റുമല്ല. അതിന് ഞാൻ പറയുന്ന അത്തരം കാര്യങ്ങളെ നമ്മൾ ആ തരത്തിൽ കാണണം. തീർച്ചയായിട്ടും അതിനെ അംഗീകരിക്കുകയും എന്നാൽ ഇപ്പുറത്ത് മറ്റൊരാൾ കുഴപ്പമാണെന്ന് പറയുന്നിടത്താണ് അവിടെയാണ് ഈ ഡീസൻസിയുടെ പ്രശ്നം. അതാണ് ഇവിടെ ഒരു ഡീസൻസിയുടെ പ്രശ്നമാണ്. ഇപ്പം മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കുടുംബത്തോടെ പോയി കാണുന്നു, അതിനകത്തൊരു വലിയ അപകടം. നമ്മൾ ABC ചാനലിൽ ഇന്ന് വരെ മുഖ്യമന്ത്രിയുടെ ഭാര്യ, വീണയുടെ മകൻ, ഇത്രയും പേർ വിഴിഞ്ഞം പദ്ധതിയിൽ മുഖ്യമന്ത്രിക്കൊപ്പം പങ്കെടുത്തതിനെ വിമർശിച്ച ഒരു വീഡിയോ പോലും നമ്മൾ ചെയ്തില്ല. അത് മനഃപൂർവ്വം തന്നെ ചെയ്യുക. അതിനെന്താ കുഴപ്പം? അതെ, മാത്രമല്ല അദ്ദേഹത്തിന്റെ പിന്നെ ഒരു കുടുംബത്തിനെ ആ കുട്ടിക്കുള്ള കൗതുകത്തിന്റെ തീർച്ചയായിട്ടും അപ്പൊ ഒരു മുഖ്യമന്ത്രിയുടെ ചെറുമകനാണ് അദ്ദേഹം പോകുന്നു, യാതൊരു നഷ്ടവും ആർക്കുമില്ല. മാത്രമല്ല രാജ്യം വലിയ അപകടങ്ങളൊന്നും എന്താ പറയാ ചാരപ്രവൃത്തി ഒന്നും നടത്തുന്നു. അതുകൊണ്ട് ഒരു നയാ പൈസയുടെ ചെലവ് കൂടുതൽ വരുന്നില്ല. മുഖ്യമന്ത്രിയുടെ കാറിൽ കൂടെ പോകുന്നു. മാത്രമല്ല അതൊക്കെ ഒരു നല്ല കാഴ്ചയല്ലേ? നമ്മുടെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബം കൂടെ ഒരു ഭരണാധികാരി അദ്ദേഹത്തിന്റെ കുടുംബം കൂടെ പോകുമ്പോഴത്തേക്ക് അതൊരു നല്ല കാഴ്ചയാണ്. അതിന് ആ തരത്തിൽ ഒരു കുടുംബത്തിന്റെ ഒരു സമ്മേളനം കൂടെയാണ് കാണുന്നത്. അപ്പോൾ ഒത്തിരി ഒരു വൈകാരികത, എന്താ പറയുക, മനുഷ്യത്വങ്ങളൊക്കെ ഉണർന്നു വരേണ്ട സമയമാണ്. അപ്പോൾ അതിനെ ആ രീതിയിൽ കാണേണ്ടതേ ഉള്ളൂ. പക്ഷെ അതിനെ പോലും നമ്മൾ മോശമായിട്ട് ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്യുകയും അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മുഖ്യമായൊരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് മുഹമ്മദ് റിയാസിന്റെ ശ്രദ്ധ ആ ചടങ്ങിലേക്കോ വിഴിഞ്ഞം പദ്ധതിയിലേക്കോ മറിച്ച് വ്യക്തിവിദ്വേഷത്തിന്റെ തലത്തിലേക്ക് പോയി. എന്തൊരു മനുഷ്യൻ എങ്ങനെ ഇത്രയും ചെറുതാകാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് അതിശയം തോന്നിപ്പോകുന്നത്. ഒരിക്കലും ഈ മറ്റേ പണ്ടൊക്കെ ഇങ്ങനെ നാട്ടിൻപുറത്തൊക്കെ പറയുന്നത് കുശുമ്പും കുന്നായ്മയും എന്നൊക്കെ. തീർച്ചയായിട്ടും മനോനില തെറ്റിപ്പോയി. ആ ഒരു ലെവലിലേക്കൊന്നും ഒരു 10-18 വയസ്സ് കഴിഞ്ഞ ഒരു യുവാവോ യുവതിയോ ഇങ്ങനെയൊന്നും പെരുമാറാൻ ശരിക്കും പറഞ്ഞാൽ അതൊരു യോഗ്യതയ്ക്ക് ചേർന്നതല്ല. ആ പ്രായത്തിന്റെ യോഗ്യതയ്ക്കാണ്. വിദ്യാഭ്യാസം ഉണ്ടോ സംസ്കാരം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല. ഒരു പ്രായപൂർത്തിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത്തരമുള്ള പ്രവൃത്തികളിൽ നിന്നൊക്കെ ഇത്തരമുള്ള ചിന്തകളിൽ നിന്നൊക്കെ സ്വാഭാവികമായിട്ട് മനുഷ്യൻ മാറി നിൽക്കേണ്ടതാണ്. അതുപോലെ മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത്, നമ്മൾ ഈ വിഴിഞ്ഞത്തിൻ്റെ അവകാശവാദമുണ്ടല്ലോ, പിതൃത്വം, ഒരുപാട് പേര് അവകാശപ്പെടുന്നുണ്ട്. കോൺഗ്രസും CPM-ഉം BJP എല്ലാവരും അവകാശപ്പെടുന്നു. പക്ഷെ എല്ലാവരും മറന്നുപോയൊരു പേരുണ്ട്, സർ CP രാമസ്വാമി അയ്യർ. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. 1946
1946 CP രാമസ്വാമി അയ്യരാണ് ഇത് ഈ വിഴിഞ്ഞം തുറമുഖത്തെ കുറിച്ചിട്ട് ചിന്തിക്കുകയും അങ്ങനെയുള്ള മൂക്കിന് അതിനു മുമ്പ് ആയി രാജവംശത്തിന്റെ തുറമുഖമായിരുന്നു. അതെ, അതിനു മുമ്പ് ഈ CP അന്ന് വെട്ടേറ്റില്ലായിരുന്നെങ്കിൽ ഇത് നമുക്ക് ടൈറ്റാനിയം പോലെ ഇന്നിപ്പോ ഒരു പക്ഷേ അന്ന് CP തുടങ്ങിയിരുന്നെങ്കിൽ ഇത് തുറമുഖം ഒരു പക്ഷേ ചിലപ്പം കടത്തിലോ അല്ലെങ്കിൽ നശിച്ചോ പോയതിനായിരുന്നു വേറെ കാര്യം. അത് വേറെ കാര്യം. അതിനുശേഷം നമ്മളറിയാലോ, മുരിക്കന്റെ കായല് മുരിക്കൻ നന്നായി കൃഷി നടത്തിക്കൊണ്ടിരുന്നു. ജനായത്തം വന്ന് സർക്കാർ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മുരിക്കന്റെ കായല് പോയി. മാത്രമല്ല നമ്മൾ കൃഷിയില്ലാണ്ടായി. ടൈറ്റാനിയം, കരിമണൽ, ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണങ്ങളാണ്. ഇതൊക്കെ നമ്മളിട്ട് ദീപാവളി വിളിക്കാന്ന് പറഞ്ഞത് പോലുള്ള ഒരു അവസ്ഥയിലേക്ക് മാറി. പക്ഷെ എങ്കിലും ഞാൻ പറയുന്നത് ഈ 1946 നമ്മുടെ മുമ്പിൽ അന്ന് തൊട്ടേ എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പം ഞാനൊക്കെ തിരുവനന്തപുരത്ത് ഈ പത്രലേഖനായിരിക്കുന്ന സമയത്ത്, അതായത് 80കളിലൊക്കെ എൻ്റെ 20കളിലൊക്കെ ഞാൻ തന്നെ ഇതിനെക്കുറിച്ചിട്ട് അന്ന് ഈ എന്താ പറയുക, നമുക്ക് ചില കക്ഷികളൊക്കെ ഒന്ന് നമ്മൾ ബ്രീഫ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. കാര്യം അവരൊക്കെ ഒന്ന് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും ഈ ഇതിൻ്റെ ഈ പ്രകൃതിദത്തമായ ഒരു സവിശേഷത. അവിടെ വിശദമായി അന്നേ ഈ തുറമുഖം വരണമെന്ന് ഈ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ച വ്യക്തികളൊക്കെ ഒന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇത് ഇവരെന്താണ് ഈ പറയുന്നത്, തിരുവനന്തപുരത്ത് ഇങ്ങനെ കൊച്ചിയിലെ കണക്കുള്ള തുറമുഖം വരുമെന്നൊക്കെ നമുക്ക് സംശയം തോന്നുമായിരുന്നു. അതെ, തിരുവനന്തപുരത്ത് തുറമുഖം, അതെ, കൊച്ചിയല്ലാതെ വേറെ സ്ഥലമുണ്ടോ? അതെ, അങ്ങനെ ഒരു ധാരണയുള്ള സമയമായിരുന്നു. അപ്പൊ അങ്ങനെ ഇവർ ഇത് വിശദീകരിക്കുമ്പോഴാണ് നമുക്കിത് ബോധ്യമാവുന്നത്. ഇവിടെ ഡ്രഡ്ജിങ്ങിന്റെ ആവശ്യം സ്വാഭാവികമായ ആഴമുണ്ട്. ഏറ്റവും വലിയ കപ്പലുകൾക്കല്ല ഈ പറഞ്ഞ പോലെ ആ ഭാഗം നിൽക്കുന്നത് പാറക്കെട്ടുകളുടെ പുറത്താണ് നിൽക്കുന്ന സാധനം. അവിടെയൊക്കെയാണ് അതിന്റെ ഒരു സ്റ്റഡിനെസ് വരുന്നത്, വിഴിഞ്ഞം പോർട്ടിന്റെ സംഗതി. പിന്നെ മാത്രമല്ല നമ്മൾ വിഴിഞ്ഞത്ത് പോയിട്ടുണ്ടോ? ഇല്ല, പോയിട്ടില്ല. നമ്മൾ വിഴിഞ്ഞത്തൊക്കെ പണ്ട് പോകും, നമ്മൾ ഈ സാധാരണ കടല് കാണുന്ന ഒരു പ്രതീതി ആയിരുന്നില്ല വിഴിഞ്ഞത്തൊക്കെ പോയി നമ്മൾ കാണും. അപ്പോഴും നമുക്ക് തോന്നും ഞങ്ങളൊക്കെ അന്ന് ഈ അവിടെ വേറെ കടലാണല്ലേ, ഒരു പ്രത്യേക ഒരു ആഴം നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ സാധാരണ കാഴ്ചക്ക് പോലും ആഴത്തിന്റെ ഒരു എന്താ പറയുക, അതിന്റെ ആ ഒരു ഡെപ്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഓളപ്പരപ്പുകൾ നമുക്ക് ഫീൽ ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു ഇപ്പൊ ആലോചിച്ച് നോക്കാം, 1946 കഴിഞ്ഞിട്ട് എത്ര വർഷം, 54 പിന്നെ 25, ഏതാണ്ട് 3/4 നൂറ്റാണ്ട് കഴിഞ്ഞു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഗിമ്മിക്കുകളുടെ പ്രശ്നമാണ്. ഏതായാലും വിഴിഞ്ഞം യാഥാർത്ഥ്യമായി. കേരളത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ കേരളത്തിനുണ്ട്. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റാനുള്ള ഒരു പ്രക്രിയയുടെ തുടക്കമാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ മുഖച്ഛായയും മനോഭാവവും മാത്രം മാറുന്നില്ല. അവരെ ഈ വളരെ ഏറ്റവും നികൃഷ്ടമായ അസൂയയും കുശുമ്പും ആണ് അവരെ ഇപ്പോഴും ഭരിക്കുന്നതെന്ന് മരുമോന്റെ വാക്കുകൾ ഓർമ്മിക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെ ഇല്ലാന്ന് പറയാൻ പറ്റും? അതേതായാലും പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. അതെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.